ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാസത്തിൽ നമ്മൾ KYC ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് ഈ കാണുന്ന ജെനക്സ് എന്ന് പറയുന്ന ജെനക്സ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി മുതൽ അവരുടെ ആൾറെഡി അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, വിഡ്രോ ഓപ്പൺ ആക്കാമെന്നുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ വിഡ്രോ ആയിട്ടുണ്ട്, വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, വെരിഫൈഡ് ആണോ എന്ന് നോക്കുക. നിങ്ങൾ KYC സക്സസ്ഫുള്ളി ചെയ്തവരാണെങ്കിൽ നിങ്ങൾ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് വിഡ്രോയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഇവിടെ ഈ വാലറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ടോക്കൺ ആണെന്ന് കാണാൻ കഴിയും. ഇവിടെ വിഡ്രോയുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എൻ്റർ എമൗണ്ട് കൊടുക്കുക. മിനിമം നിങ്ങളുടെ കയ്യിൽ ഒരു 3000 ടോക്കണെങ്കിലും വേണമെന്നാണ് പറയുന്നത് മിനിമം വിഡ്രോ. അത് കഴിഞ്ഞതിന് ശേഷം വിഡ്രോ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വിഡ്രോ എടുക്കുന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നേരെ നമ്മൾ പോവുക. ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആൾറെഡി ട്രസ്റ്റ് വാലറ്റ് വഴിയാണ് ഇതിൻ്റെ KYC ഒക്കെ ചെയ്തത്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. നമ്മളിവിടെ ഇത് ആഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. ഞാൻ നോക്കുകയാണെങ്കിൽ ഈ ടോക്കണാണ് BNB സ്മാർട്ട് ചെയിനിലാണ് ഇത് ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും 500 ടോക്കൺസ് നമ്മൾ പാൻകേക്ക് ഷോപ്പിൽ നിന്ന് മേടിച്ചതിന് ശേഷമാണ്. ഇത് ആൾറെഡി ലിസ്റ്റഡ് ടോക്കണാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റും. 50 ടോക്കൺ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ റിസീവിങ് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മടങ്ങി പോകാം. അപ്പോൾ നമ്മളിത് കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മടങ്ങി വരികയാണ്. മടങ്ങി വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ കോൺട്രാക്റ്റ് അഡ്രസ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളിവിടെ കോൺട്രാക്റ്റ് അഡ്രസ്സ് കൊടുത്തു. അതിന് ശേഷം ഇവിടെ ഇത്രയും ചെയ്തതിന് ശേഷം ഈ കാണുന്ന വിഡ്രോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടോക്കൺസ് ഇവിടെ കാണാനില്ല, മൈനസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് വിഡ്രോ ഞാൻ ആൾറെഡി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഞാൻ മെറ്റാമാസ്കിൽ ട്രസ്റ്റ് വാലറ്റിൽ നോക്കിയിട്ട് ഇതുവരെ വന്നതായിട്ട് കാണുന്നില്ല. ഒരു 24 മണിക്കൂറിനകത്ത് ഇത് വരാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ ഇതുവരെയും വന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ വിഡ്രോ കൊടുക്കാത്തവർ ഇതുപോലെ കൊടുക്കുക. സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ വിഡ്രോ വരികയാണെങ്കിൽ വന്നതിന് ശേഷം ഇതെങ്ങനെയാണ് നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ വീഡിയോ കൊണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.